ശ്രീ സണ്ണിയം കബിക്കാട്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ശബരിമല വിഷയം ഉന്നയിക്കരുത് എന്നതുകൊണ്ടാണ് ഇടതുപക്ഷം ആ വിഷയം പറയാത്തത് എന്നതാണ് റഹീമിന്റെ വാദം. ദഹിക്കുന്നതാണോ ഈ വാദം? ഇതിപ്പോൾ നിങ്ങൾക്ക് റഹീമിനൊപ്പം നിന്നിട്ടുള്ളതാണ്, നിങ്ങളുടെ പാർട്ടിക്കൊപ്പം, നിങ്ങളുടെ സർക്കാരിനൊപ്പം ഈ നിലപാടിന് ഉറച്ചു നിന്ന വ്യക്തിയാണ് അദ്ദേഹം. അത് പറയട്ടെ. ശ്രീ സണ്ണിയം കബിക്കാട്ട്, നിങ്ങൾക്കത് മനസ്സിലാവാത്തതാണോ? എന്തുകൊണ്ട് ശബരിമല വിഷയം പറഞ്ഞിട്ടില്ല എന്നതിന് അദ്ദേഹം പറഞ്ഞ ന്യായം എത്രത്തോളം ദഹിക്കുന്നതാണ്? ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചർച്ച ചെയ്യണമെന്ന അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ വ്യക്തമായും സൂചിപ്പിച്ചൊരു കാര്യം, കേരളത്തിലെ മുഖ്യമന്ത്രി ശബരിമല ഇഷ്യൂ കേരളീയ സമൂഹത്തെ വിഭജിക്കുവാനും അന്യ വിഭാഗങ്ങളുമായിട്ട് ശത്രുതയുണ്ടാക്കുവാനുമൊക്കെ സംഘപരിവാർ ശക്തികൾ ഉപയോഗിക്കുമെന്ന് വളരെ വ്യക്തമാണ്. മാത്രവുമല്ല, മധ്യകാല സാമൂഹിക അവസ്ഥയിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുപോകുവാനും വളരെ വലിയ നുണകൾ പ്രചരിപ്പിക്കാനുള്ളൊരു അവസരമായി ഈ ശബരിമല സന്ദർഭത്തെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനിയും ഉപയോഗിക്കാം. ഈ സമയത്ത് അവരങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇതിനെതിരെ ആദ്യഘട്ടത്തിൽ പ്രതിരോധമുയർത്തിയ ഇടതുപക്ഷം എന്തിനാണ് നിശബ്ദത പാലിക്കുന്നത്? വളരെ ശക്തമായി BJP ഇത് വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ, സ്ത്രീകളുടെ അവകാശത്തെയും ഭരണഘടനാ ധാർമ്മികതയും മുൻനിർത്തി അതിനെ പ്രതിരോധിക്കേണ്ടതിന് പകരം അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന അഭിപ്രായമാണ് ഞാൻ പങ്കുവച്ചത്. അതല്ലാതെ ശബരിമല പ്രധാന ഇഷ്യൂ ആയിരിക്കണം, അത് മാത്രമായിരിക്കണം കാരണമൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ തെരുവുകളിൽ സംഘപരിവാർ ശക്തികൾ ഈ പറയുന്ന ശബരിമല ഇഷ്യൂ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ ധ്രുവീകരിക്കുമ്പോൾ, അപകടകരമായ രീതിയിൽ ധ്രുവീകരിക്കുമ്പോൾ, അതിനെതിരെ സംസാരിക്കേണ്ടതിന് പകരം നിശബ്ദത പാലിക്കുന്നത് രാഷ്ട്രീയമായൊരു പിന്നോക്കം പോകലാണ്. അത് ഇടതുപക്ഷത്തിന് ഒരിക്കലും ഗുണം ചെയ്യുന്ന കാര്യവുമല്ല. എന്തുകൊണ്ടെന്നാൽ ഇതിനു മുമ്പ് ഏറ്റവും സമർത്ഥമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ സംഘപരിവാർ ശക്തികളെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുന്ന കൃത്യമായ നിലപാടെടുത്തിരുന്നു. ആ നിലപാടിനെ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് പകരം അതിൽ നിന്ന് പിൻവാങ്ങി എന്നത് തീർച്ചയായും തെറ്റായ അപകടകരമായൊരു സന്ദേശമാണ് എന്ന് തന്നെ ഞാൻ പറയും. അതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾ ജയിക്കുമോ പരാജയപ്പെടുമോ എന്നതല്ല. ഇന്ത്യ പോലെ, കേരളം പോലെ ഒരു സമൂഹത്തിനകത്ത് ജനങ്ങളുടെ അവകാശം സ്ഥാപിക്കുക എന്നത്, സ്ത്രീകളുടെ അവകാശം സ്ഥാപിക്കുക എന്നത്, ഭരണഘടനാ വാഴ്ച സ്ഥാപിക്കുക എന്നത് നമ്മുടെ മൗലികമായ ലക്ഷ്യമായിരിക്കണം. അതിനെതിരെയാണ് സംഘപരിവാർ ശക്തികൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മളെന്തിന് നിശബ്ദത പാലിക്കണം? നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലരായി അതിനെതിരെ രംഗത്ത് വരണമെന്ന സുചിന്തിതമായൊരു രാഷ്ട്രീയ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് റഹീം നേരത്തെ മറുപടി പറഞ്ഞത്. വർഗീയത വീഴും, വികസനം വാഴും എന്ന രീതിയിലാണ് ഇവരുടെ മുദ്രാവാക്യം തന്നെയെന്ന്. അത് മതിയോ? അത് തെറ്റായ ഒരു സമീപനമാണെന്നാണ് ഞാൻ അത് തെറ്റായ ഒരു സമീപനമാണ്, ഒട്ടും സമഗ്രമല്ലാത്ത സമീപനമാണ്. ശബരിമല സന്ദർഭത്തെ ഉപയോഗിച്ചുകൊണ്ട് BJPയുടെ വർഗീയ ധ്രുവീകരണം നടത്തുമ്പോൾ വികസനം മാത്രം പറഞ്ഞുകൊണ്ട് നേരിടണമെന്ന് പറഞ്ഞ യുക്തി യഥാർത്ഥ രാഷ്ട്രീയമായി ശരിയല്ല. തീർച്ചയായും ജനങ്ങളെ അങ്ങനെ വിഭജിക്കാൻ പാടില്ല. ഇത് സ്ത്രീകളുടെ തുല്യതയുടെ പ്രശ്നമാണ്, ഇത് ഭരണഘടനാ ധാർമ്മികതയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയമായി മുന്നോട്ടെടുക്കേണ്ടതിന് പകരം അതിൽ നിന്നും മാറി നിൽക്കുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നാണ് ഞാൻ പറയുന്നത്.